എല്ലാ പേർക്കും വിജ്ഞാനപ്രദമായ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. ഈ ചിത്രത്തിൽ എന്താണ് കാണപ്പെടുന്നത്? ഒരാൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണ്. എന്തുകൊണ്ടായിരിക്കും സൂപ്പർ മാർക്കറ്റുകളെ ആശ്രയിക്കുന്നതെന്ന് അറിയാവോ? സാധനങ്ങൾ വാങ്ങാൻ സാധനങ്ങൾ ചിട്ടയായും അടുക്കി ഓരോ സെക്ഷനിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സൂപ്പർ മാർക്കറ്റുകളിൽ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഒരു കടയിൽ തന്നെ എന്ത് ചെയ്യും, മാക്സിമം സാധനങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളെ അവരുടെ പഠനത്തിൻ്റെ എളുപ്പത്തിനും അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും 5 കിങ്ഡങ്ങളായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ചത് റോബർട്ട് എച്ച് വിറ്റാക്കറാണ്. നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത് റോബർട്ട് എച്ച് വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം വർഗീകരണത്തെക്കുറിച്ചാണ്. ജീവലോകത്തെ വൈവിധ്യത്തെക്കുറിച്ച് നേടിയ അറിവുകളുടെ വെളിച്ചത്തിൽ റോബർട്ട് എച്ച് വിറ്റാക്കർ ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. 1 കിങ്ഡം മൊണീറ, 2 കിങ്ഡം പ്രൊട്ടിസ്റ്റ, 3 കിങ്ഡം ഫഞ്ചൈ, 4 കിങ്ഡം പ്ലാന്റേ, 5 കിങ്ഡം അനിമേലിയ. ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? ബാക്ടീരിയയാണല്ലേ. ഈ ബാക്ടീരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഏകകോശ ജീവിയാണ്, കൂടാതെ ന്യൂക്ലിയസ് കാണപ്പെടുന്നില്ല. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്നത് കിങ്ഡം മൊണീറയിലാണ്. ഉദാഹരണം ബാക്ടീരിയയാണ്. ഇതാരാണ്? അമീബയാണല്ലേ. ഇവർക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. വ്യക്തമായ ന്യൂക്ലിയസ് കാണപ്പെടുന്നു, കൂടാതെ ഏകകോശ ജീവികളുമാണ്. ഇത്തരത്തിൽ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഉൾപ്പെടുന്ന ജീവി അമീബ. ഇതാരാണ്? കുമിളുകളാണല്ലേ. ഇവർക്ക് പ്രത്യേകതയുണ്ടല്ലോ. ഇവർക്ക് സഞ്ചാരശേഷിയില്ല. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? പരപോഷികളാണ്, മറ്റുള്ളവയെ ആശ്രയിക്കും. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ഉൾപ്പെടുന്നതാണ് കിങ്ഡം ഫഞ്ചൈ. ഉൾപ്പെടുന്ന ജീവി കുമിളുകൾ. ഇതെന്താണ്? നമുക്ക് ചുറ്റും കാണുന്ന സസ്യങ്ങളാണല്ലേ. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ ഉൽപാദകരാണ്. സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്നതാണ് കിങ്ഡം പ്ലാന്റ്. ഉൾപ്പെടുന്നത് സസ്യങ്ങളാണ്. ഇതാരാണ്? നമുക്ക് ചുറ്റും കാണുന്ന ജന്തുക്കളാണ്. ഇവരുടെ പ്രത്യേകതയോ? ഇവർ സസ്യങ്ങളെ ആഹാരത്തിന് വേണ്ടി ആശ്രയിക്കുന്നവരാണ്. പരപോഷികളും സഞ്ചാരശേഷി ഉള്ളവയുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. ഉൾപ്പെടുന്ന ജീവിയോ? ജന്തുക്കളാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ 5 കിങ്ഡങ്ങളും അവയിൽ ഉൾപ്പെടുന്ന ജീവികളും അവയുടെ സവിശേഷതകളും പട്ടികപ്പെടുത്തുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കിങ്ഡം മൊണീറ, സവിശേഷത ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ, ഉൾപ്പെടുന്ന ജീവി ബാക്ടീരിയ. കിങ്ഡം പ്രൊട്ടിസ്റ്റ, സവിശേഷത ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ, ഉൾപ്പെടുന്ന ജീവി അമീബ. കിങ്ഡം ഫഞ്ചൈ, സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികളോ ബഹുകോശ ജീവികളോ ഉൾപ്പെടുന്നു. ഉദാഹരണം കുമിളുകൾ. കിങ്ഡം പ്ലാന്റേ, സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തതുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്നു. ഉൾപ്പെടുന്ന ജീവി സസ്യങ്ങൾ. കിങ്ഡം അനിമേലിയ, പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്നു. ഉദാഹരണം ജന്തുക്കൾ. 5 കിങ്ഡം വർഗീകരണം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ? 2 കിങ്ഡം വർഗീകരണത്തിൽ നിന്ന് 5 കിങ്ഡം വർഗീകരണത്തിനുള്ള മേന്മകൾ കണ്ടെത്തി കുറിക്കാവോ? ഈ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.